നമസ്കാരം. RRB ഗ്രൂപ്പ് ഡിൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. തുടർന്നും RRBയുടെ കുറേ ക്വസ്റ്റ്യൻസ്, അതായത് മുൻപ് ചോദിച്ചതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യമേത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഏത്? ഇന്ത്യൻ റെയിൽവേ. അതായത് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇന്ത്യൻ റെയിൽവേ ആയിട്ട് റിലേറ്റഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടുതലും RRB പരീക്ഷയ്ക്ക് നമുക്ക് എന്തായാലും ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം. കാരണം ഒരു 2-3 ക്വസ്റ്റ്യൻ എന്തായാലും ഇന്ത്യൻ റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. കാരണം റെയിൽവേ ഗ്രൂപ്പ് ഡി മുൻപ് നടത്തിയ പരീക്ഷകളിലും ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ക്വസ്റ്റ്യൻ വന്ദേ ഭാരതുമായി റിലേറ്റഡ് ആണ്. കേരളത്തിലെ എത്രാമത് വന്ദേ ഭാരതാണ് വന്നത്, ഇന്ത്യയിൽ വന്ദേ ഭാരത് വന്ന വർഷം ഏത്, അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പരിചയപ്പെടണം. ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ 2 ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സ് ഞാനിവിടെ പറയാം. അതായത് ഇന്ത്യയിൽ വന്ദേ ഭാരത് വന്നത് 2019 ഏപ്രിൽ 25 ആ വർഷത്തിലാണ്, 2019. ഇനി കേരളത്തിൽ വന്നത് 2023 ഏപ്രിൽ 25-നാണ് കേരളത്തിൽ വന്നത്. ഇന്ത്യയിൽ 2019-നാണ്, അതായത് വാരണസിയിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ വന്നത്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത്. ദെൻ കേരളത്തിലെ നോക്കുന്നതാണെങ്കിൽ 2023 ഏപ്രിൽ 25-നാണ് കേരളത്തിൽ വന്ദേ ഭാരത് വന്നത്. അത് വർഷം എന്നത് 2023 ഏപ്രിൽ 25-ആണ്. അതൊരു സ്റ്റാറ്റിക് GK ആയിട്ട് മാറും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇയർ എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 15-ാമത് വന്ദേ ഭാരതാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തിയെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ പണിയെടുക്കുന്ന സ്ഥാപനം ഏത്? അതിൻ്റെയും ആൻസർ ഇന്ത്യൻ റെയിൽവേ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമുള്ള ഗതാഗത മാർഗം ഏത്? അതിൻ്റെയും ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ റെയിൽവേ ആണ്. ഇനി ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? ആൻസർ 1853. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബന്ധിപ്പിച്ച സ്ഥലങ്ങൾ ഏത്? ആൻസർ മുംബൈ മുതൽ താനെ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, മുംബൈ താനെ റെയിൽവേ പാതയുടെ നീളം എത്ര? ആൻസർ 34 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണ നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിരിക്കുന്നു? ആൻസർ 18 സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് 18-ാമത്തെ സോൺ അല്ല, നിലവിൽ ഉള്ള ഇതാണ് 18 ഓർ 19. എനിക്കൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ ആൻസർ ഒന്ന് നോക്കി വെക്കുക നിങ്ങൾ. നിലവിൽ എത്ര മേഖലകളായി സോണുകളായി തിരിച്ചിരിക്കുന്നു വെച്ചാൽ 18 ആണ്. ഓക്കെ, ഇനി അടുത്തത്, പാളങ്ങൾ തമ്മിലുള്ള